ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഷീല എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു കഴിവില്ലാത്ത ഒരു സ്ത്രീയാണെങ്കിൽ എൻ്റെ കൂടെ അഭിനയിക്കാൻ ഈ പ്രമുഖ നടന്മാർ തയ്യാറാകുമെന്ന് സിജിന് തോന്നുന്നുണ്ടോ? എനിക്ക് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ശരിക്കും അറിയില്ല, പക്ഷെ എന്നാലും ഞാനൊരു വേണ്ടാത്തീനും പറയാം. അവർക്ക് കാശിൻ്റെ ആവശ്യമുണ്ടോ? എന്നാൽ പിന്നെ അവരെന്തിനാണ് ഇത്ര വലിയ ചൂസിയായിട്ട് പിന്നെ ഇന്ന സിനിമകളിൽ അഭിനയിക്കുള്ളൂ, എത്ര സിനിമകൾ അവർ ഡ്രോപ്പ് ചെയ്യുന്നു? പടം കംപ്ലീറ്റ് ആവുന്ന അവർക്കറിയാം. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണോ നിങ്ങൾ വിചാരിച്ചേക്കുന്നത്? ഇവരെല്ലാം പൈസ വേണമല്ലോ, ആളുകൾക്ക് പൈസ വേണം, പിന്നെ പടവും തീരണം. അങ്ങനെയാണെങ്കിൽ എന്നാൽ എന്ത് എല്ലാവരും കൊണ്ടുവന്നിട്ട് അവരുടെ ഭാര്യമാരെ ഇവരുടെ എല്ലാം നായികയായിട്ട് അഭിനയിപ്പിക്കാത്ത? അവർക്ക് പൈസ വേണമെങ്കിൽ അവർ അഭിനയിക്കുമല്ലോ അവരുടെ എല്ലാം കൂടെ. സിജിൻ പറഞ്ഞു വെച്ചത് എന്താണ്, എല്ലാവരും എന്തേ വരാത്ത ഇവരുടെ എല്ലാം ഭാര്യമാരുടെ കൂടെ എല്ലാം ഇവർ അഭിനയിക്കാൻ റെഡിയാണെങ്കിൽ അവിടെ അതിന് ഞാൻ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാം. ഉത്തരം ഞാൻ പറയാം. ഈ ചോദ്യം, ഇതിനെ പറ്റിയൊരു ചോദ്യം ഞാൻ സാന്ദ്രയോട് ചോദിച്ചു. വ്യവസായത്തിലെ ശക്തരായ ആളുകൾ അവരുടെ പെൺമക്കളെ, അവരുടെ ഭാര്യമാര്, അവരുടെ പെങ്ങന്മാരെ സിനിമയിലോട്ട് കൊണ്ടുവരുന്നില്ല. ഞാൻ സാന്ദ്രയോട് ചോദിച്ച സാന്ദ്രയുടെ ഉത്തരം പറഞ്ഞു. ഞാൻ കേട്ടു. എന്തായാലും വലിയ അഭിപ്രായം ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഇപ്പം മലയാളത്തിൽ നായികമാരില്ലാത്ത അവസ്ഥയാണോ? അന്യം നിന്ന് പോയോ നായികമാര്? ഒരു ഓഡീഷൻ വെച്ച് നോക്ക്. ഈ പറഞ്ഞ മാതാപിതാക്കള് ക്യൂ നിൽക്കുന്നതാണ് ഒരു ഹോട്ടലിന്റെ മുന്നില്, 500 പേര്, 500 പെൺകുട്ടികളെ ആയിട്ട്. അതാണ് എന്റെ മറുപടി. എന്താണ് ഈ പറയുന്നത്? അതാണ് എന്റെ മറുപടി. ഇപ്പം ഞാൻ അബാ മൂവീസിൻ്റെ ഒരു 16 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇടുന്നു. ഇന്ന ദിവസം ഓഡീഷൻ അബാം ഹോട്ടലിൽ. നിങ്ങൾക്ക് കാണാം മിനിമം 250 പെൺകുട്ടികൾ അവരോട് 250 അപ്പനമ്മമാര് നിൽക്കുന്ന കാണാം. പക്ഷേ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ എന്താണ് വരാത്തത്? ആര് പറഞ്ഞു വരുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ടോപ്പ് സ്റ്റാർസിനെ എടുക്കാം. ടോപ്പ് സ്റ്റാർസ് പറയാം, മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി, ഇവരുടെ ഒക്കെ ആൺകുട്ടികൾ വന്നിട്ടുണ്ട്, പെൺകുട്ടികൾ വന്നിട്ടില്ല. അവരോട് തന്നെ ചോദിക്കും. അവര് വരട്ടെ, അവരോട് ചോദിക്കാം. അവർക്ക് കഴിവില്ലായിരിക്കും ഒരു പക്ഷേ പെൺകുട്ടികൾക്ക്. ഈ ഉത്തരം നമ്മുടെ ഒരു ഗസ്റ്റ് പറഞ്ഞു. അവർക്ക് കഴിവില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. അല്ലെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ലായിരിക്കും, അവരുടെ പാഷൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലാന്ന് അവരുടെ അപ്പനും അമ്മയ്ക്കും തോന്നിക്കാണും എന്നേ ഞാൻ പറയുള്ളൂ. അല്ലാണ്ട് സാന്ദ്ര പറഞ്ഞ മറുപടി എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ചോദ്യം ശരിയല്ല. അപ്പൊ സാന്ദ്ര പറഞ്ഞ ഉത്തരം ശരിയല്ല എന്നാണ്. ചോദ്യം ശരിയല്ല, അത് നമ്മൾ ചോദ്യം ശരിയല്ലാത്ത ആൾക്കാരാണ്. ഞാൻ ആരുടെയും ഉത്തരം ശരിയല്ല അതൊന്നും ഞാൻ പറയില്ല. അവർക്ക് ശരിയായ ഉത്തരമായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. ആ ഉത്തരം എനിക്ക് ശരിയാവണമെന്നില്ല. അത്രേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. എല്ലാവരും പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയില്ല. പലരും തെറ്റുകളാണ് പറയുന്നത്. ഞാൻ പറയുന്ന ശരിയെ ചിലർക്ക് തെറ്റായിട്ട് തോന്നും. അതും ഓക്കെയാണ്. ഓക്കെ, ഞാനപ്പോൾ പച്ചക്ക് ചോദിക്കാം. അതായത് ഇവര് ചോമ്പിച്ച് ചോദിക്കുക, പച്ചയാണ്. ചുവന്ന ചോദ്യമാണ്. അപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ടോപ്പാണ്. ഇതൊരു പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ ഒരു പാറ്റേൺ കാണുമല്ലോ. കഴിവില്ല, നേരത്തെ പറഞ്ഞല്ലോ, കഴിവ് ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ പവർഫുൾ പൊസിഷനിലുള്ള ഒരു പ്രൊഡ്യൂസറിൻ്റെ മകൾ ഇന്ന് തെന്നിന്ത്യൻ താരമാണ്. പക്ഷെ മലയാളത്തിലില്ല. മലയാളത്തിൽ അവർക്ക് റോളുകളില്ല. മലയാളത്തിൽ അവർ അഭിനയിക്കുന്നത് സ്വന്തം ബാനറിലാണ്. ഇതൊരു എക്സാമ്പിൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇനി ഇവർ കല്യാണം കഴിച്ചപ്പോൾ ദിലീപിൻ്റെ കേസ് എടുത്താൽ ഭാര്യ അഭിനയം നിർത്തിപ്പോയി, പിന്നെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുക എന്താ, തീയില്ലാതെ പുകയുണ്ടാവില്ല. എന്തോ സേഫ്റ്റി പ്രശ്നമുണ്ട്. അവർ കംഫർട്ടബിൾ അല്ല. അവരുടെ മക്കൾ, ഭാര്യ, സിസ്റ്റേഴ്സ് ഇവരെ കൊണ്ടുവരാൻ. അതേസമയം പുരുഷന്മാരിപ്പോൾ ഇൻഡസ്ട്രിയിലെ ഏത് ടോപ്പ് ആളെടുത്തോ അവരുടെ ആരെങ്കിലും പേരൻസോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ, ഞാൻ പറഞ്ഞൊരു എല്ലാവരും എല്ലാം പറയുന്നത്, ഒരു 90% ആളുകളും ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരായിരിക്കും. പബ്ലിക്കിന് അറിയില്ലായിരിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡ് എന്താണ്, സ്ത്രീകൾക്ക് ആ ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക്, ഇൻഡസ്ട്രിയിലെ പെൺകുട്ടികൾക്ക് കിട്ടാത്തത്? അതാ ചോദ്യം. പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അത് അവർ സിനിമ ഇൻഡസ്ട്രിയിലില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? അവർ മലയാളത്തിൽ ആദ്യം പറഞ്ഞ ആള് മലയാളത്തിലില്ല, വേറെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. വേറൊരു ഇൻഡസ്ട്രിയിൽ, വേറെ മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ
ഹിന്ദിയിലോ ഒക്കെ പോയി ചെയ്യാൻ പറ്റുന്നവർക്ക് മലയാളത്തിൽ ഈസി ആയിട്ട് ചെയ്യാം. അതൊക്കെ ചുമ്മാതാ നിങ്ങളുടെ തെറ്റിദ്ധാരണ. തീർച്ചയായിട്ടും. കാരണം തമിഴിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടിയാണ്. അവർക്ക് കിട്ടുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത്. അത് ശരിയാണ്. അത് മനസ്സിലാക്കുക. ഇത് ഈ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് കുഴപ്പമില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇതിനെ വെച്ചാൽ ആ ഒരാളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അഭിനയിക്കുന്നില്ല, അതെന്തോ സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ആണുങ്ങളുടെ പൊസസീവ്നെസ് ആണ്. നിങ്ങളെ ആണായിട്ട് നിർത്തിയിരിക്കുന്നു. നീ എൻ്റെ ഭാര്യയാണ്. അല്ല, അതാ നീ എൻ്റെ ഭാര്യയാണ്. നിന്നെ ആരും കെട്ടിപ്പിടിച്ച് തോളെ കൈയിട്ട് അഭിനയിക്കേണ്ട. ഞാൻ മാത്രം തോളെ കൈയിട്ടാൽ മതി. നീ വീട്ടിലിരുന്ന് എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. അത് ചിന്തിക്കുന്ന ആണുങ്ങളോട് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ടാണ് എല്ലാവരും ഈ ഡൈവോഴ്സ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ്? അത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇവൻ എനിക്കിട്ട് പണിയുമായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഇയാൾ തോളെ കൈയിട്ട് നടക്കുകയും ചെയ്യും. അത് തിരിച്ചറിയുന്ന ഒരു സ്ത്രീക്ക് തിരിച്ചറിയുമ്പോഴത്തേനും 30-35 വയസ്സായിട്ടുണ്ടാവും. മനസ്സിലായോ? അതുവരെ ഈ സ്ത്രീകൾക്കൊരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുമ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ഒരു പ്രശ്നമുണ്ട്. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവൾ അങ്ങ് ചിന്തിക്കുവാണ്, ഈ കെട്ടാൻ പോകുന്നവൻ ദൈവമാണ്, ഇവനെ ഞാൻ കാലെ തൊട്ട് നമസ്കരിക്കുന്നു, അവൻ എഴുന്നേറ്റ് വരുമ്പോൾ ചായയുമായിട്ട് ഞാൻ കുളിച്ച് മുടിയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്നു, കുട്ടി ഉണ്ടാവുന്നു, അയാളുടെ കുട്ടി എൻ്റെ വയറ്റിലുണ്ടായി, ദൈവത്തെ പോലെ അയാളെ കാണുന്നു. അതെല്ലാ പെൺകുട്ടികളുടെയും ഒരു സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ ഒരു സ്ത്രീ, പ്രോപ്പർ സ്ത്രീയായിട്ട് ജനിച്ചിരിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെ ആഗ്രഹമാണ് വിവാഹിതയാവുക, കുട്ടി ഉണ്ടാവുക, ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുക, അയാളെ ഇങ്ങനെ താലോലിക്കുക, അയാൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുക. ഇതൊക്കെ ചെയ്യും ഒരു ഏജ് വരെ. അത് കഴിഞ്ഞ് അതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ബ്രെയിനിൻ്റെ നിർമ്മിതി അങ്ങനെയാണ്. മച്യൂരിറ്റി എന്ന് പറയുന്നത് ഓരോ വയസ്സ് കൂടുന്തോറും സ്ത്രീകൾക്ക് വന്നുകൊണ്ടിരിക്കും. ഈ കറക്റ്റ് ഏജ് ആകുമ്പോൾ ഇവള് തിരിച്ചറിയുവാണ്, ഞാൻ ചെയ്തത് മണ്ടത്തരമായിപ്പോയി. ഇയാൾ ജീവിതം എൻജോയ് ചെയ്യുന്നു, ഞാൻ ഈ പെരയ്ക്കകത്തിരുന്നിട്ട് ഇയാളുടെ കാലും തൊട്ട് വെച്ച് വിളമ്പി പിള്ളേരെയും വളർത്തിയിരിക്കുന്നു. അതെന്നൊരു സ്ത്രീ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നു, അന്ന് അവർ തിരിച്ചു വരും. അല്ലാണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഈ അതിനെ സേഫ്റ്റി എന്നല്ല പറയുന്നത്, പിന്നെ പൊസസീവ്നെസ്. അതെ, അതായത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്താണെന്ന് നാച്ചുറലി അവർക്കറിയാലോ. എന്താണ് നടക്കുന്നത് ഇൻഡസ്ട്രിയിൽ? അത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, സംബന്ധിച്ചു എല്ലായിടത്തെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എന്തിനു നിന്നു കൊടുക്കണം? നിന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തേന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരിക്കലും അല്ല. പിന്നെ അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്ന്? ഒരിക്കലല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അല്ലാത്ത കണ്ടമാന ആളുകളെ അറിയാം. പക്ഷേ ഈ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നു മാത്രം. അങ്ങനെ ഇല്ലാത്തവരും, അതായത് അതുകൊണ്ട് മാത്രം അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളെ വ്യക്തിപരമായിട്ട് അങ്ങനെയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അതൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാല് അത് മാറ്റണ്ടേ? ഞാൻ മാറ്റാൻ പറ്റുമോ? പക്ഷേ ഒരിക്കലും നമ്മൾ ഈ തവണ സ്ത്രീകളെ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം കാര്യങ്ങൾ 4 പേര് അറിയാനാണ്. അല്ലാതെ നമുക്കിത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊതുവെ മുഖ്യധാര മാധ്യമങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അല്ല, ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇതിൻ്റെ ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു ജോലി, ഏതൊരു മേഖലയിലും നമ്മൾ ചെല്ലുമ്പം സിനിമ മാറ്റി നിർത്താം. ഇപ്പം ഏതൊരു ഫീൽഡിൽ ചെല്ലുമ്പോഴും നമ്മൾ ജൂനിയറായിട്ട് അവിടെ ചെല്ലുമ്പം നമ്മൾ അവിടെ നിന്ന് ഒരു പ്രൊമോഷൻ കിട്ടി നമ്മളൊരു സേഫ് ഒരു സോണിലെത്തി ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ ചീത്തവിളിയും ഹരാസ്മെൻറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഒരു ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിയേഴ്സ് ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വരും, ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട്. എന്നോട് ഇരിക്കാൻ പോലും അവർ പറഞ്ഞെന്നിരിക്കത്തില്ല. അത് തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി നടക്കുന്നത്. നമ്മളൊരു ആദ്യമായിട്ടൊരു സിനിമയിലേക്ക് വരുമ്പം അവർ പറയുന്ന പോലെ അനുസരിക്കേണ്ടി വരും. ചിലപ്പം അവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കേണ്ടതായിട്ട് വരും. അതെല്ലാ മേഖലയിലും ഉണ്ട്. അതിനെ ഒരു സെക്ഷലി മാത്രമായിട്ട് അതിനെ കാണണ്ട. ഞാൻ അതിനേക്കാളൊക്കെ ഉപരി മെൻ്റൽ ഹരാസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയനെയാണ് ഞാൻ കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഫിസിക്കലി ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കേസിൽ വന്നിട്ട് നമ്മളൊരു പൊസിഷനിലെത്തി നിങ്ങളുടെ ഒപ്പം എനിക്ക് ഇരിക്കാനുള്ള ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് മാറി. ഒരു പവർ പ്ലേ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് വന്ന് എന്തെങ്കിലും ഒന്നാകണമെങ്കിൽ അതിന് കുറേ സാക്രിഫൈസസ് വരും.
അത് ഏത് ടൈപ്പ് ഓഫ് സാക്രിഫൈസ് ആയിക്കോട്ടെ, അതിന് ഫിസിക്കലി ഉള്ളൊരു സാക്രിഫൈസ് ആയിട്ട് നമ്മൾ അതിന് നിന്നു കൊടുക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അത് അങ്ങനെ നിൽക്കാതെ സിനിമ ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. നമ്മളുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടിയാൽ, ആ പടം ഹിറ്റായാൽ നമ്മൾ വീണ്ടും ആവശ്യമായിട്ട് വരും. മാത്രമുള്ളൊരു പ്രശ്നമല്ലാതെ, പക്ഷേ ഞാനൊരു പൊതുവെ ഒരേ കഴിവുള്ള കഴിവ് എന്ന് പറഞ്ഞ് ഒരേ കഴിവെന്നല്ല, ഇപ്പോൾ ഒരു സിനിമ ഒരു ചായ ഉണ്ടാക്കാൻ ആണ് ജോലി എന്ന് വിചാരിക്കുക. അയാൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയേണ്ട ആവശ്യമില്ല, അയാൾ ചായ ഉണ്ടാക്കിയാൽ മതി. അപ്പം അതായത് വലിയൊരു കഴിവുണ്ടായതുകൊണ്ട് അയാൾക്ക് അവസരം കിട്ടണമെന്നില്ല, ആ ജോലി ചെയ്യാനുള്ള കഴിവ് അയാൾക്ക് മതി. അതെന്താണെന്നറിയോ, അതിനെ സിജിൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചൂഷണത്തിന് നിന്നു കൊടുക്കുന്നവർക്കാണ് മുൻഗണന കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്. ഇതിലെന്താണെന്നറിയട്ടെ, ചൂഷണമൊക്കെ ഒരു സൈഡിൽ വെക്ക്. ഇതിനകത്തെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സാധനമാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു കോക്കസ് ഉണ്ട്, ആ കോക്കസിൻ്റെ ഉള്ളിൽ കുറച്ച് പേരുണ്ട്, അവരുടെ സിനിമകളിൽ അവർ മാത്രം ഉണ്ടാവുന്നു, അവർ ചൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുന്നു. അതിനകത്ത് ചൂഷണം ഇതൊക്കെ മാറ്റി നിർത്തും. സിനിമ എപ്പോഴും അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതല്ലാതുള്ള സിനിമകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും മുന്നോട്ടേക്ക് ആ ഒരു ഗാങ് ഒന്നിച്ചു പോവില്ല. ഒരു സിനിമയോട് കൂടി അതങ്ങ് തീരും. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനമാണത് അല്ലേ? അതിനെ പവർ ഗ്രൂപ്പ് എന്ന് വേണേൽ വിളിക്കാം, കോക്കസ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മാത്രമാണ് ഒരിടത്തുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദെയർ ആർ ഗ്രൂപ്പ്സ്, പല പല ഗ്രൂപ്പ്സ് ആണ്.